നമസ്കാരം. മാറുന്ന കാലത്തിനനുസരിച്ച് കാറൽ മണ്ണയുടെ മുഖമുദ്രയായ NNM UPS 93 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. സ്കൂളിനെ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കിയത് പ്രിയപ്പെട്ട മാനേജർ ശ്രീ ജിനേഷ് സാറാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ സ്കൂളിൽ മാനേജ്മെൻറ്റ് പ്രതിനിധിയായ ദിലീപ് ഏട്ടനുമുണ്ട്. പഠന നേട്ടങ്ങളിലും കലാകായിക പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനങ്ങളുമായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭൗതിക അന്തരീക്ഷവുമായി ഈ വിദ്യാലയം മുണ്ടൂർ തോത സംസ്ഥാന പാതയ്ക്ക് അഭിമുഖമായി കാറൽ മണ്ണയിൽ നിലകൊള്ളുന്നു. വി ഡെലിവർ ദ ഫ്യൂച്ചർ എന്ന ആശയത്തെ ഉൾക്കൊണ്ട് ഇന്നിവിടെ AI റോബോട്ടിക്സ് ക്ലാസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളിനെ പറ്റി ഐറിസിനോട് ചോദിക്കാം. Hello Iris, say something about our school. Yeah, sure. NNM UP School Carol Manna is one of the prestigious institutions in Palakkad, which launched AI robotics class for the first time. It has 1,500 students, head of institution, 60 teaching faculty members, PTA members, MPTA members, school leader, and an office assistant. The institution boasts smart classrooms and a robust transport network of 12 vehicles. The caring team of cooks, helpers, and security personnel create a phenomenal learning environment. Kids Park, safe drinking water facilities, and hygienic toilets ensure a safe and hygienic campus. The school has excelled in gaining different educational scholarships, Kalosavam, Science Fair, Chess Championship, and other co-curricular events. 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു. അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ള വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിൽ മികവോടെ നടന്നു. പരിസ്ഥിതി ദിനാഘോഷം ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിച്ചുകൊണ്ടും വായനാ ദിനം കാറൽ മണ്ണ പൊതുജന വായനശാല, നന്മ ഗ്രന്ഥശാല എന്നിവ സന്ദർശിച്ചുകൊണ്ടും ആഘോഷിച്ചു. മൈലാഞ്ചിയിടൽ മത്സരം, വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം, യോഗ ദിനം, ലഹരി വിരുദ്ധ ദിനം, ബഷീർ ദിനം, ചാന്ദ്രദിനം, യുദ്ധവിരുദ്ധ ദിനം, മലാല ദിനം എന്നിവ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ്, ന്യൂ ഇയർ എന്നിവ കുട്ടികൾ ഏറെ സന്തോഷത്തോടെ ഒരുമയോടെ ആഘോഷിച്ചു. PTA ഭാരവാഹികളുടെ പങ്കാളിത്തം എല്ലാ പരിപാടികളിലുമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ സ്കൂൾ ശാസ്ത്രമേള, കായികോത്സവം, കലോത്സവം എന്നിവ സബ് ജില്ലാ മത്സരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ അതിഗംഭീരമായി നടന്നു. ജനാധിപത്യ രീതിയിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പും നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന ഇത്തരം പരിപാടികളോടൊപ്പം തന്നെ സ്കൂളിൻ്റെ തനത് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികൾക്ക് അവസരമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെസ് പരിശീലനം. സമ്പൂർണ്ണ ചെസ് സാക്ഷര വിദ്യാലയം എന്ന ഖ്യാതിയോടെ ഇവിടെ സ്ഥിരമായി ചെസ് പരിശീലനങ്ങൾ നടന്നു വരുന്നു. അതിന് നേർസാക്ഷ്യമായി കാറൽ മണ്ണയിലെ കുട്ടികൾ ചെസ് മത്സരങ്ങളിൽ സംസ്ഥാന തലം വരെ തിളങ്ങുന്നു. വൈകുന്നേരങ്ങളിൽ നൽകുന്ന കരാട്ടെ പരിശീലനം ഏറെ ആവേശത്തോടെയാണ് കുട്ടികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആദ്യ ബെൽ ഗ്രഡേഷൻ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ആവേശകരമായ ഫുട്ബോൾ ടൂർണമെൻറ്റ് എല്ലാ ക്ലാസ്സുകളിലും നടന്നു. കുട്ടികളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം മികച്ച പ്രോജക്റ്റിനുള്ള BRC തല അവാർഡ് നേടിയ നമ്മുടെ സ്കൂൾ ആ പ്രോജക്റ്റിൻ്റെ ഉൽപ്പന്നമായ റെൻഹെഡ് ഹാൻഡ് വാഷ് വിൽപ്പനയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് നൽകിയത് കുട്ടികളിൽ സഹവർത്തിത്വത്തിൻ്റെ പാഠം മനസ്സിൽ നിറയ്ക്കാൻ സഹായിച്ചു. കലയുടെ കലവറയായതുകൊണ്ട് തന്നെ സ്പിക് മെക്കയുടെ കലാപ്രദർശനത്തിൻ്റെ സബ് ജില്ലാതല ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടന്നത്. ഇവയ്ക്കെല്ലാം പുറമെ സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണാരംഭവും നടന്നു. ക്ലാസ് തല പ്രവർത്തനങ്ങൾ എല്ലാം ഇവിടെ ഭംഗിയായി നടത്തപ്പെടാറുണ്ട്. അവയിൽ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഫുഡ് ഫെസ്റ്റ്. പാഠപുസ്തകങ്ങളിൽ നിർദ്ദേശിക്കുന്ന സമയത്ത് ഓരോ പ്രവർത്തനവും ചെയ്യാൻ ഓരോ ക്ലാസ്സുകാരും ശ്രദ്ധിക്കാറുണ്ട്.
പഠന ഇടവേളകളിൽ പഠനയാത്ര സംഘടിപ്പിക്കാറുണ്ട്. LKG മുതൽ 7 കോടിയുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കും അഭിരുചികൾക്കും പ്രായത്തിനുമനുസരിച്ചിട്ടുള്ള യാത്രകളാണ് ഓരോ വർഷവും നടത്താറുള്ളത്. പ്രീ പ്രൈമറി വിഭാഗം, ഞങ്ങളുടെ ലിറ്റിൽ സ്റ്റാർസ്, ഇവരുടെ ഓരോ ആഘോഷങ്ങളും തികച്ചും വ്യത്യസ്തമായാണ് ഞങ്ങൾ നടത്താറുള്ളത്. കളർ ഡേ സെലിബ്രേഷൻ, കിഡ്സ് മെലോഡിയ എന്ന പ്രീ പ്രൈമറി കലോത്സവം, കിഡ്സ് സ്പോർട്സ് എന്ന കായികമേള, ടോയ്സ് ടോപ്പിയ, കളർ ടോപ്പിയ തുടങ്ങിയ ആക്ടിവിറ്റി കോർണറുകൾ, പാർക്ക് ടൈം, ആക്ടിവിറ്റി ടൈം, ഇവയെല്ലാം ഇവിടുത്തെ പ്രീ പ്രൈമറിയുടെ മാത്രം പ്രത്യേകതകളാണ്. പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ നേട്ടങ്ങളും ചെറുതല്ല. 35 USSഉം 20 LSSുമായി സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടിയ വിദ്യാലയമാണ് നമ്മുടേത്. 10th, +2 എന്നീ ക്ലാസ്സുകളിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ ഏറെയാണ്. സർഗോത്സവത്തിൽ ജില്ലാതലത്തിൽ സമ്മാനാർഹരായത് നമ്മുടെ കുട്ടികളാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ വായനോത്സവത്തിലും സമ്മാനാർഹരായത് നമ്മുടെ കുട്ടികൾ തന്നെ. നഗരസഭാ തലത്തിലും ബ്ലോക്ക് തലത്തിലും കുട്ടി കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടതും നമ്മുടെ കുട്ടികളാണ്. നഗരസഭയുടെ ശുചിത്വോത്സവത്തിൽ 1ാം സ്ഥാനത്തോടെ തിളങ്ങിയതും നമ്മുടെ കുട്ടികൾ തന്നെ. അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളിൽ നടത്തപ്പെടുന്ന എല്ലാ സ്കോളർഷിപ്പ് എക്സാമുകളിലും നമ്മുടെ കുട്ടികൾ 1ാം സ്ഥാനത്ത് തന്നെയാണ്. മാത്സ് ചാലഞ്ച് സെർച്ച് എക്സാമിനേഷൻ, ന്യൂ മാത്സ് എക്സാമിനേഷൻ എന്നിവയിലും നമ്മുടെ കുട്ടികൾ സംസ്ഥാന തലം വരെ പങ്കെടുത്തു. ചെസ് മത്സരങ്ങളിൽ മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 7 കുട്ടികളാണ് സംസ്ഥാന തലം വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അണ്ടർ 14 ബോയ്സ് ആൻഡ് ഗേൾസ് ഫുട്ബോൾ ടൂർണമെന്റിലും ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റിലും യോഗ ചാമ്പ്യൻഷിപ്പിലും നമ്മുടെ കുട്ടികൾ ജില്ലാതലത്തിൽ സമ്മാനം നേടി. ശാസ്ത്രമേളയിലും കലോത്സവത്തിലും 1ാം സ്ഥാനം നേടിയത് നമ്മുടെ വിദ്യാലയമാണ്. ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയമായ സ്ഥാനങ്ങൾ നേടി. പഠന മികവുകളുടെ പ്രദർശനം ടൈനി ടോട്ട്സ്. 1ാം ക്ലാസ്സുകാരുടെ പഠന നേട്ടങ്ങളുടെ പ്രദർശനം വേറിട്ട അനുഭവമായി. ഒന്നാം ക്ലാസ്സുകാർ 1 വർഷം കൊണ്ട് എഴുതാനും വായിക്കാനും പഠിച്ചതും സാമൂഹ്യ ജീവിതത്തിന്റെ കണ്ണിയായി മാറിയതും സമൂഹത്തിന് നേരിട്ട് അനുഭവിച്ചറിയാനായി. 1ാം ക്ലാസ്സുകാരുടെ അടിത്തറ പാകൽ തന്നെയാണ് ഒരു വിദ്യാലയത്തെ മഹത്തരമാക്കുന്നത്. അതിവിടെ കൃത്യമായി നടക്കുന്നു എന്നത് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ്. അതെ, പഠന നേട്ടങ്ങളിലും കലാകായിക പ്രവർത്തനങ്ങളിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ 30 വർഷം സർവീസ് പൂർത്തിയാക്കിയതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ചെർപ്പളശ്ശേരി സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകൻ എന്ന നിലയിൽ ഞാൻ 37 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. വിദ്യാലയത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ അഭിമാനത്തോടെ നിങ്ങളുടെ സ്വന്തം പ്രസാദ് മാഷ്. ഭാവന ടീച്ചർ.